ഇടുക്കി അവിടെ എ രാജ, അതോടൊപ്പം എസ് രാജേന്ദ്രൻ, CPM നിന്ന് മറുകണ്ഠം ചാടി NDA സ്ഥാനാർത്ഥി, എഫ് രാജ ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി. ഒരു രാജമാരുടെ കോട്ട എന്ന് പറയേണ്ടി വരും. ആര് ജയിച്ചാലും അത് കൗതുകമായിരിക്കും. തൃശ്ശൂർ ഏറ്റവും ആവേശകരമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ പത്മജ വേണുഗോപാലിന് BJPക്ക് വലിയ വിജയപ്രതീക്ഷയുണ്ട്. രാജ്പല്ലൻ അവിടെ കൗൺസിലർ എന്ന നിലയിലൊക്കെ വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. വലിയ ജനസ്വാധീനം, വ്യക്തിപരമായ വോട്ടുകൾ അതൊക്കെ തുണയ്ക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ആലക്കോട് ലീലാകൃഷ്ണനെ LDF സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ ഒരു അത്ഭുതമായിരുന്നു. തീർച്ചയായും അദ്ദേഹം ജയിച്ചു കയറിയ നിയമസഭയിൽ നമുക്ക് നല്ല കവിതകളൊക്കെ കേൾക്കാല്ലേ. ഏതായാലും പക്ഷേ രാജപ്പല്ലനെ തറപറ്റിക്ക് എത്ര എളുപ്പം. അവിടെ പത്മജ വേണുഗോപാലിന് വലിയ ആത്മവിശ്വാസം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് തൃശ്ശൂരിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ജെയ്സൺ ജാമോളപ്പോൾ അവിടെ. ഗുഡ് മോർണിംഗ് ജെയ്സൺ. വലിയ ആത്മവിശ്വാസമുണ്ട് തൃശ്ശൂർ ജില്ല. ആകെ നമുക്ക് നോക്കുമ്പോൾ UDFന് വലിയ പ്രതീക്ഷയുണ്ട് തൃശ്ശൂർ ജില്ലയിൽ അല്ലേ. ഒപ്പം നമ്മുടെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. എല്ലാവരും ഇപ്പോൾ എവിടെയാണുള്ളത്? കെ രാജനൊക്കെ തൃശ്ശൂരിലുണ്ടോ അതോ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ്. തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ സീറ്റുകൾ നൽകിയ ജില്ലയാണ്. ഏത് കണക്കെടുക്കുമ്പോഴും LDFന്റെ കണക്കിൽ ആ 3 ജില്ലകളിൽ അവർ വലിയ മുന്നേറ്റം നടത്തുമെന്ന് പറയുന്ന 3 ജില്ലകളിൽ ഒന്ന് തൃശ്ശൂരാണ്. 13-ൽ 12 നേടിയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും LDF മുന്നേറ്റം കാഴ്ചവെച്ച്. ഇത്തവണ ആ മുന്നേറ്റം നടത്താനാകുമോ എന്നതാണ് LDFും UDFും ഒരുപോലെ ഉറ്റുനോക്കുന്നത്. പക്ഷേ UDF പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കുറവുകൾ പരിഹരിച്ച് വലിയ മുന്നേറ്റം ഇത്തവണ നടത്താനാകുമെന്ന് തന്നെയാണ്. നമ്മുടെ വിലയിരുത്തൽ പ്രകാരം ഏകദേശം 10-ലധികം സീറ്റുകളിൽ വലിയ മത്സരം, അതിശക്തമായ മത്സരം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യം മുതൽ പോളിംഗ് ദിനം വരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ കൺസോളിഡേഷൻ തൃശ്ശൂരിലേക്ക് വന്നാൽ തൃശ്ശൂരിലാണ് BJPയുടെ പ്രതീക്ഷ. പത്മജ വേണു NDAയും അതുപോലെ തന്നെ UDFും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. കോൺഗ്രസിന്റെ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പത്മജയ്ക്ക് വിജയിച്ചു കയറാം. അല്ലാതെ സ്വാഭാവികമായും UDF വിജയിക്കുന്ന മണ്ഡലം എന്ന നിലയിലേക്ക് ഇത്തവണ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാലിനെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത്. കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിക്കുക, ആ കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിക്കാതെ വിജയിക്കുക എന്നത് പ്രായോഗികമല്ല, നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന തിരിച്ചറിവാണ് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 തവണ ഇതേ വോട്ടെണ്ണുമ്പോൾ UDF പക്ഷത്ത് നിന്ന പത്മജ വേണുഗോപാൽ ഇത്തവണ താമര പക്ഷത്തേക്ക് മാറുമ്പോൾ ആ മാറ്റം. രാഷ്ട്രീയ കൗതുകങ്ങളുണ്ട് ജെയ്സൺ. തീർച്ചയായും തൃശ്ശൂര് വലിയ ആകാംക്ഷ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂരിൽ പക്ഷെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സുരേഷ് ഗോപി എഫക്ട് തൃശ്ശൂരിൽ ഇത്തവണ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു അവിടെ ജനങ്ങളോട്. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. ഉണ്ടായിട്ടില്ല. മറുപടി കടുപ്പമായിരുന്നു. അത് റിസൾട്ടിൽ എങ്ങനെ കാണുമെന്നുള്ളതാണ് അറിയാനുള്ളത്. എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള നിർണായകമാണ്.